എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂൺടെക്കിനെ കാണിച്ചുകൊണ്ടാണ്. അവക്കാണെങ്കിൽ ഇപ്പോൾ സത്യമെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മുടെ ഗോബിളിനെ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന്. ഇതറിഞ്ഞിട്ട് നമ്മുടെ യൂൺടെക്കിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവൾ വേഗം തന്നെ അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാനായിട്ടിരുങ്ങും. അവളുടെ കൂട്ടത്തിലായിട്ട് ഗോബിളിൻ വാങ്ങിച്ചു കൊടുത്ത ഒരു പാവക്കുട്ടിയും ഉണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ യൂൺടെക്കാണെങ്കിൽ പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഗോബിളിൻ അവളുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന. അതായത് വാളൂരി കഴിഞ്ഞിട്ട് നീ സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത് എന്ന്. ഇപ്പോഴാണ് അവൾക്ക് അതിൻ്റെ എല്ലാ സത്യം എന്തോന്ന് മനസ്സിലായത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോബിളിനാണെങ്കിൽ മനസ്സിലാവും അതായത് യൂൺടെക്ക് അവിടെ എങ്ങും ഇല്ല എന്ന്. അങ്ങനെ ഗോബിളിനാണെങ്കിൽ അവളെ തിരക്കി അവിടെ എല്ലാം നടക്കും. എന്നാൽ അവളുടെ പൊടി പോലും കാണത്തില്ല. അവസാനം അവനാണെങ്കിൽ നമ്മുടെ ഗ്രീം റീപ്പറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ സണ്ണിയുടെ അഡ്രസ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ഗ്രീം റീപ്പർ കൺഫസ് ചെയ്യും. അതായത് അവനാണ് എല്ലാ സത്യവും നമ്മുടെ യൂൺടെക്കിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബിളിൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും. എങ്കിലും നമ്മളുടെ ഗ്രീം റീപ്പർ പറയും ഞാനും ഒട്ടും ആഗ്രഹിക്കുന്നില്ല നീ മരിച്ചു പോകണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രീം റീപ്പർ ആണെങ്കിൽ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളുടെ അടുത്ത് നമ്മുടെ യൂൺടെക്കിനെ പറ്റിയിട്ട് ചോദിക്കും. അവൾക്കൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗോബിളിൻ ആണെങ്കിൽ ഗ്രീം റീപ്പറിന്റെ അടുത്ത് വന്നിട്ട് പറയും നീ വേഗം തന്നെ യൂൺടെക്കിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നിന്റെ ബാക്കിയുള്ള കൊളീഗ്സിനും സബ്മിറ്റ് ചെയ്യണം എന്ന്. എന്താന്ന് വെച്ചാൽ അവൾക്ക് എപ്പോഴാണ് മരണം കാത്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വേഗം അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളുടെ ഗ്രീം റീപ്പർ ആണെങ്കിൽ ഒന്നും നോക്കാണ്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം അവന്റെ കൂടെയുള്ള കൊളീഗിന് എടുത്തു കൊടുക്കും. എന്നിട്ട് അവനോട് പറയും എല്ലാ കാര്യങ്ങളും വന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ഗ്രാൻഡ് ഫാദറിലെ അയാളാണെങ്കിൽ അയാളുടെ മാനേജറിന്റെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന. അതായത് നമ്മുടെ ഗോബിളിനെ പറ്റിയിട്ട്. ഗോബിളിനാണ് അയാളെ കുറെ കാലമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് അയാളുടെ പഠിത്തത്തിനുള്ള പണമെല്ലാം കൊടുത്തതും ഗോബിളിനാണ് എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോബിളിനെ. അവനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഗോബിളിന് യൂൺടെക്കിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവളുടെ മാർക്ക് ലിസ്റ്റ് എടുത്തു കൊടുക്കും. ഇത് കാണുന്നതും നമ്മളുടെ ഗോബിളിന് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ചാൽ അവൾക്ക് നല്ല മാർക്ക് തന്നെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവനിപ്പോൾ ഭയങ്കരമായിട്ട് അവളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്താ നല്ലതുപോലെ കാലാവസ്ഥയും മാറിയിട്ടുണ്ട്. അവിടുത്തെ ചന്ദ്രനെ കണ്ടാലേ അറിയാം നമ്മുടെ ഗോബിളിൻ ഭയങ്കര സങ്കടത്തിലായെന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഡോക്കുവ വന്നിട്ട് ഗോബിളിൻ്റെ അടുത്ത് സംസാരിക്കും. എന്നിട്ട് പറയും ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നാസക്കാർ വന്ന് അങ്കിളിനെ പിടിച്ചുകൊണ്ട് പോവുകയെന്ന്. നിങ്ങൾക്ക് യൂൺടെക്കിനെ കണ്ടുപിടിച്ചാൽ പോരെ. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അവളെ കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്രെഡിറ്റ് കാർഡ് തിരിച്ചു വരുമോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബിളിൻ വേറെ ഒന്നും നോക്കത്തില്ല. അവൻ അതിന് സമ്മതിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യൂൺടെക്കിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് ഈ സ്കേറ്റിങ്ങിൻ്റെ ഒക്കെ സ്റ്റോറില്ലേ അതേപോലെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയാണെങ്കിൽ നല്ലതുപോലെ സ്നോഫോളും ഉണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ യൂൺടെക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗോബിളിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അവൾ കുറച്ചൊന്ന് മുമ്പിലോട്ട് നടക്കുന്നത് മുമ്പിലായിട്ട് ഗോബിളിൻ നിൽക്കുന്ന കാണും. ഇത് കണ്ട് അവൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. ഗോബിളിന് അവളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ വന്നിട്ട് അവളുടെ അടുത്ത് പറയും നീ എൻ്റെ കൂടെ വരണം എന്ന്. പക്ഷേ അവൾക്കാണെങ്കിൽ അതിൻ്റെ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ അവളെ പലവട്ടം വന്ന് കാണും. അങ്ങനെ ഒരു തവണ വരുന്നത് നമ്മുടെ ഗോബിളിന് അവൾക്ക് അവളുടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് അവളുടെ അടുത്ത് പറയും നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ യൂൺടെക്ക് അവിടെ ക്ലിയർ ആയിട്ട് പറയും എനിക്കൊരിക്കലും ഒട്ടും ആഗ്രഹമില്ല നിങ്ങൾ മരിച്ചു പോകണേ എന്ന്. അതുകൊണ്ട് ഞാനൊരിക്കലും തിരിച്ചു വരത്തില്ല. ഇത് കേൾക്കുന്നേ ഗോബിളിൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും. നിനക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ വാള് വലിച്ചു വരാം, എനിക്കതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. എന്നാൽ നമ്മുടെ യൂൺടെക്ക് പറയുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ റെഡിയാണ്, എനിക്ക് ലൈഫ് തന്നത് തന്നെ നിങ്ങളല്ലേ എന്നൊക്കെ അവൾ നല്ല ഓപ്പണായിട്ട് പറയും. അത് കേൾക്കുന്നത് നമ്മുടെ ഗോബിളിൻ വേഗം തന്നെ യൂൺടെക്കിൻ്റെ കൈയെടുത്തവൻ്റെ വാളിലായിട്ട് വെക്കും. ഇവിടെ നമ്മുടെ യൂൺടെക്ക് പറയും നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഗോബിളിനാണെങ്കിൽ ആദ്യമായിട്ട് യൂൺടെക്കിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ അവൾക്കും അവനെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെ രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാവും. നമ്മുടെ ഗോബിളിനാണെങ്കിൽ പറയും നിന്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന്. അങ്ങനെ നമ്മളുടെ ഗോബിളിനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം നമ്മുടെ യൂൺടെക്കിൻ്റെ മുകളിലായിട്ട് അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള കുറച്ച് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ അന്ന് വീഴുന്നതാണ്. ഇതൊട്ടും പ്രഡിക്റ്റബിൾ അല്ലായിരുന്നു. അവൾക്കാണെങ്കിൽ ഇപ്പോൾ മൂവ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതേസമയം തന്നെ നമ്മുടെ ഗോബിളിനെ കാണിക്കും. ഗ്രീം റീപ്പറിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ യൂൺടെക്ക് മരിക്കാൻ പോവുകയാണ്, അവളുടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് എന്ന്. അവനത് വേഗം തന്നെ നമ്മുടെ ഗോബിളിനെ കൊണ്ടുവന്ന് കാണിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബിളിനോട് സത്യമൊക്കെ പറയും. അതായത് അവന് നന്നായിട്ട് അറിയാം ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ ജീവനോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഒന്നുകിൽ നമ്മുടെ യൂൺടെക്ക് അല്ലെങ്കിൽ ഗോബിളിൻ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗ്രീം റീപ്പറും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോബിളിനാണെങ്കിൽ യൂൺടെക്കിനെ തിരഞ്ഞിറങ്ങുന്നതാണ്. അവനാണെങ്കിൽ അവളെ കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ യൂൺടെക്കിനെ കാണും.
കാണിക്കും. അവക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ വിചാരിക്കും അവൾ മരിക്കാൻ പോവുക എന്ന്. അത്രയ്ക്കും തണുപ്പുമായിരുന്നു. അങ്ങനെ നമ്മുടെ യൂൺടെക്ക് വേഗം തന്നെ ഗോബിളിനെ ആലോചിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയും. ഇത് നമ്മുടെ ഗോബിളിൻ കേൾക്കും. വേഗം തന്നെ അവൻ ആ സ്പോട്ടിലായിട്ട് അവളെ രക്ഷിക്കാനെത്തും. എന്നിട്ട് അവളെ എടുത്തുകൊണ്ട് പുറത്തോട്ട് വരും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യൂൺടെക്ക് കണ്ണു തുറക്കാൻ നേരത്ത് അവൾക്ക് ചുറ്റിനുമായിട്ട് കുറേ ഡോക്ടേഴ്സ് നിൽക്കുന്നതാണ്. അവൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. എന്നാൽ അവിടെ എങ്ങും നമ്മുടെ ഗോബിളിനെ കാണത്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ ഒരു കേബിൾ വാനിനകത്തായിട്ട് യാത്ര ചെയ്യാൻ നേരത്ത് അവൾ ഗോബിളിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ട് ഗോബിളിനെ അവളുടെ കയ്യിലിരുന്ന് ആ ഒരു തീപ്പെട്ടി വെച്ചിട്ട് വിളിക്കുന്നതാണ്. എങ്കിൽ നമ്മുടെ ഗോബിളിന് അവിടെ ഒന്നും പ്രത്യക്ഷപ്പെടത്തില്ല. ഇത് കാണുന്ന യൂൺടെക്കിന് ഭയങ്കര സങ്കടവും. അവൾ അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കേബിൾ വാൻ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതും അവിടെയായിട്ട് നമ്മുടെ ഗോബിൾ നിൽക്കുന്നതാണ്. ഇത് കാണുന്നേ നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ പറയും, നീ എന്താ ഞാൻ വിളിച്ച ഉടനെ അങ്ങോട്ട് വരാഞ്ഞത് എന്ന്. ഇവിടെ നമ്മുടെ ഗോബിളിന് ഇവക്ക് വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവിടെ നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ ഗോബിളിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. അവൾ അവിടെ നിന്ന് മാറി നിൽക്കും. പെട്ടെന്ന് തന്നെ ഗോബിളിനാണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് സംസാരിക്കും. അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കും. എന്നിട്ട് അവളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടവാ എന്ന്. ഇത് കേൾക്കുന്നത് യൂൺടെക്കിന് ഭയങ്കര സന്തോഷമാവും. അവളും അവനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഇവിടെ അവളും പറയും, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ ഏറ്റവും സുന്ദരനാണ് എന്നൊക്കെ. ഇവരെ രണ്ടുപേരുടെയും കുറച്ച് ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ കാണിക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സണ്ണീനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്രവാദിനെ കാണാൻ വന്നേക്കുക. അവരാണെങ്കിൽ നമ്മളുടെ സണ്ണിയുടെ അടുത്ത് പറയും, നിങ്ങളുടെ കൂടെ ഒരു കാലനുണ്ട്, അതായത് ഒരു ഗ്രിം റീപ്പറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ആ റിങ് വലിച്ചെറിയണം എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ സണ്ണി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സണ്ണിയാണെങ്കിൽ അവളുടെ ഷോപ്പിലായിട്ട് വന്നിരുന്നിട്ട് നമ്മുടെ ഗ്രിം റീപ്പറിനെ മെസ്സേജ് അയക്കാൻ നോക്കുന്നതാണ്. യഥാർത്ഥത്തിൽ സണ്ണിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഗ്രിം റീപ്പറും പ്രസന്റ് ആയിട്ടുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ഇൻവിസിബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ സണ്ണി മെസ്സേജ് അയക്കുന്നത് ഗ്രിം റീപ്പറിന് നോട്ടിഫിക്കേഷൻ ചെല്ലും. അവനാണെങ്കിൽ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ടില്ലായിരുന്നു. സണ്ണിയാണെങ്കിൽ ഇത് കേൾക്കുന്നേ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾ അവിടെ എല്ലാം ചുറ്റിനും പരതി നോക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രിം റീപ്പറും ഷോക്കായി പോവും. ഇവനിവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഗോബിളിനാണെങ്കിൽ യൂൺടെക്കിനെ കൊണ്ട് അവന്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. ഇവരെ വെൽക്കം ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഗ്രിം റീപ്പറാണ്. ഇതാണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഈ സീൻ കാണാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും അവിടെ ഭയങ്കര ലവേഴ്സിനെ പോലെയൊക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങും. പിന്നീട് കാണിക്കും നമ്മുടെ ഗ്രിം റീപ്പറിനാണെങ്കിൽ കുറേ പേപ്പർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അവനാണെങ്കിൽ ഇവിടെ ഹെൽപ്പിന് വിളിക്കുന്നത് തന്നെ ഗോബിളിനെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചെറിയൊരു പണിഷ്മെന്റും കിട്ടിയിട്ടുണ്ട്. യൂൺടെക്കിന്റെ ഡെത്ത് കാർഡ് ഇവനെ കാണിച്ചില്ലേ അതിന്റെ പേരിൽ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ വീണ്ടും സണ്ണിയുടെ കൂടെ പാർട്ട് ടൈം ജോബിനായിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. പിന്നീട് കാണിക്കും നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ അവളുടെ കോളേജിന്റെ എക്സാം ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവൾക്ക് നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിച്ച അവളുടെ ബാഗില്ലേ അതൊക്കെ തിരിച്ച് അവൾക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ യൂൺടെക്കിന് ഭയങ്കര സന്തോഷമാവും. അതേപോലെ തന്നെ നമ്മളുടെ ആ ഗ്രാൻഡ് ഫാദർ ഇല്ലേ അയാൾക്കും യൂൺടെക്കിന് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. അയാൾ അങ്ങനെ ആ മാനേജറിന്റെ അടുത്ത് പറയും, അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണോ അതെല്ലാം അവൾക്ക് കൊടുക്കണം എന്ന്. അതിനകത്ത് നമ്മളുടെ BTS EXO ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ അവസാനം നമ്മളുടെ യൂൺടെക്കിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ തന്നെയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ യൂൺടെക്കും ഗോബ്ലിനും ഗ്രിം റീപ്പറും കൂടി ചേർന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങും. ഇതൊക്കെ എടുത്തു കൊടുക്കുന്നത് വേറെ ആരുമല്ല നമ്മളുടെ ആ കൊച്ചു ഇറക്കം തന്നെയാണ്. പിന്നീട് കാണിക്കുന്ന ഗോബ്ലിനും യൂൺടെക്കും കൂടി ഇങ്ങനെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി നടക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ സണ്ണിയും ഗ്രിം റീപ്പറും ഇരിക്കുന്നത് കാണും. അങ്ങനെ ഇവരാണെങ്കിൽ അവരുടെ കൂടെ ഡിന്നറിന് ജോയിൻ ചെയ്യും. അവിടെയായിട്ട് നമ്മളുടെ ഗ്രിം റീപ്പർ സണ്ണീനെ അവളുടെ യഥാർത്ഥ പേര് വിളിക്കും. ഇത് കേൾക്കുന്ന സണ്ണി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒറിജിനൽ നെയിം അങ്ങനെ ആരടുത്തും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ സണ്ണി ആണെങ്കിൽ നമ്മുടെ ഗ്രിം റീപ്പറിനെ പിടിച്ചിരുത്തിയിട്ട് വയ്ക്കും, നിനക്ക് എങ്ങനെയാണ് എൻ്റെ ഒറിജിനൽ നെയിം അറിയാവുന്നത് എന്ന്. ഇത് കേൾക്കുന്ന ഗ്രിം റീപ്പറിനെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവൾ ചോദിക്കും, നീ യഥാർത്ഥത്തിൽ ഒരു ഗ്രിം റീപ്പർ ആണോ എന്ന്. ഇത് കേൾക്കുന്ന അവൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മളുടെ സണ്ണിയാണെങ്കിൽ അവന്റെ കയ്യിൽ കയറി പിടിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രിം റീപ്പറിന് കുറച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ വരാനായിട്ട് തുടങ്ങും. അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് തന്നെ അവൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് ചിന്തിക്കുന്നതാണ്. അവനാണെങ്കിൽ ആലോചിക്കും, അതായത് സണ്ണിയും ആ ഫോട്ടോയിലുണ്ടായിരുന്ന ആ പെൺകുട്ടിയും എന്തോ രീതിയിൽ കണക്റ്റഡ് ആണ് എന്ന്. സണ്ണി ആണെങ്കിൽ അവളുടെ പുനർജന്മമാണോ എന്ന് നമ്മുടെ ഗ്രിം റീപ്പറിന് ഡൗട്ടുണ്ട്. അവന്റെ സംശയം ഇതെല്ലാം നമ്മുടെ ഗോബിളിനായിട്ടും കണക്റ്റഡ് ആണോ എന്ന്. അവനങ്ങനെ ഭയങ്കര കാര്യമായിട്ടിരുന്ന് ചിന്തിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നേ നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ ഗോബിളിൻ്റെ അടുത്ത് സംസാരിക്കുന്നേ. അവക്കാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഗോബിളിന് സണ്ണിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന്. ഇവിടെ നമ്മളുടെ ഗോബിളിന് അത് കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യും. എന്നാൽ ഇവിടെ ഗോബിളിന് ജലസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂൺടെക്ക് വേറെ വല്ല ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് തപ്പിക്കൊണ്ടിരിക്കുവാണോ എന്ന് ആലോചിച്ചിട്ടാ അവൻ അവിടെ നിന്ന് ദേഷിച്ചങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ
നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവൻ എവിടെ അവളുടെ അടുത്ത് ആ റിങ് ഒന്ന് ചോദിക്കും കടവായിട്ട്. അങ്ങനെ നമ്മുടെ സണ്ണി അത് കൊടുക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനാണെന്നാ പറയുന്നത്. പിന്നീട് കാണിക്കും നമ്മുടെ ഗ്രിം റീപ്പർ വന്നിട്ട് ഗോബിളിൻ്റെ അടുത്ത് ചോദിക്കും, അതായത് പണ്ടത്തെ കഥ എന്തുവായിരുന്നു എന്ന്. അങ്ങനെ നമ്മുടെ ഗോബിളിൻ പറയാൻ തുടങ്ങും. അതായത് പണ്ടത്തെ കാലഘട്ടത്തിലെ രാജാവ് മരിച്ചുപോയി. അയാൾക്ക് 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത മോനാണ് അവിടെ രാജാവുന്നത്. എന്നാ അവനാണെങ്കിൽ ആരോ പോയിസൺ കൊടുത്ത് അവനും മരിക്കുന്ന സ്റ്റേജിലെത്തും. അവസാനം ആ രാജാവ് നമ്മുടെ ഗോബിളിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്യും. അതായത് നീ നിന്റെ അനിയത്തിനെ എൻ്റെ ഇളയ അനിയനുമായിട്ട് കല്യാണം കഴിപ്പിക്കണം എന്ന്. അവനായിരിക്കും ഇനി മുതൽ രാജ്യകാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത്. നീ അവനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബിളിന് അത് സമ്മതിക്കും. അങ്ങനെ ഗോബിളിൻ്റെ അനിയത്തിനെ കല്യാണം കഴിപ്പിക്കാൻ റെഡിയാവും. സത്യത്തിൽ നമ്മളുടെ ഈ ഇളയ ചെറുക്കനും അതേപോലെ തന്നെ ഗോബിളിൻ്റെ അനിയത്തിയും ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അവർ യഥാർത്ഥത്തിൽ ഭയങ്കര ക്യൂട്ട് കപ്പിളായിരുന്നു. ഇവിടെ നമ്മളുടെ ഈ ഇളയ ചെറുക്കൻ തന്നെയാണ് ഇപ്പോഴത്തെ രാജാവ്. അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു അങ്കിളുണ്ട്. അയാളാണെങ്കിൽ നമ്മളുടെ ഈ രാജാവിനെ ഭയങ്കരമായിട്ട് ഓരോന്ന് പറഞ്ഞ് തിരിപ്പിച്ച് വെച്ചേക്കുവാണ്. അതായത് ഗോബിളിനെ നീ അങ്ങനെ വാഴിച്ചുകൂടാ, അവനാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാം പ്രീതി പിടിച്ച് വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളുടെ ഈ ഗോബിളിൻ്റെ അനിയത്തിയാണെങ്കിൽ ഇവനെ നല്ലതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. നിങ്ങളുടെ യഥാർത്ഥ ശത്രു എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനല്ല, നിങ്ങളുടെ കൂടെയുള്ള അങ്കിളാണ് എന്ന്. എന്നാൽ അവൻ അതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അവസാനം ഒരു ദിവസമാണെങ്കിൽ ഒരു ഫൈറ്റ് വരുന്നതും നമ്മളുടെ ഈ രാജാവ് ഗോബിളിൻ്റെ അടുത്ത് പറയും, ഫൈറ്റിന് പോയിട്ട് നീ ഒരിക്കലും തിരിച്ചു വരരുത് എന്ന്. എന്നാൽ നമ്മളുടെ അനിയത്തിയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, നീ ഉറപ്പായിട്ടും തിരിച്ചു വരണം എന്ന്. അവസാനം നമ്മളുടെ ഗോബിളിനാണെങ്കിൽ ആ യുദ്ധമൊക്കെ വിജയിച്ചിട്ട് തിരിച്ചു വരും. ഇതിനെ ആ രാജാവ് കൺസിഡർ ചെയ്യുന്നത് തന്നെ രാജ്യദ്രോഹമായിട്ടാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഗോബിളിനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ അനിയത്തി തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അവിടെ അനിയത്തിനെ പാസ് ചെയ്യുന്നതും അവൾ നമ്മളുടെ ഗോബിളിൻ്റെ അടുത്ത് പറയും, നീ ഒന്നും തന്നെ നോക്കണ്ട, നേരെ രാജാവിൻ്റെ അടുത്തോട്ട് പൊക്കോ എന്ന്. അവനാണെങ്കിൽ അവളെ ഒന്ന് ക്രോസ് ചെയ്യുന്നതും അവളെ ആ രാജാവ് അമ്പെയ്ത് കൊല്ലും. നമ്മളുടെ ഗോബിളിനും അതേപോലെ തന്നെയാണ് മരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഗ്രിം റീപ്പർ അങ്ങ് ഒരുമാതിരിയാവും. പെട്ടെന്ന് തന്നെ ഗോബിളിൻ പറയും, എൻ്റെ അനിയത്തി വെറും ഒരു പൊട്ടിയായിരുന്നു. അവൾ ആ മന്ദബുദ്ധിയായിട്ടുള്ള രാജാവിന് വേണ്ടിയിട്ട് അവളുടെ സ്വന്തം ജീവിതം തന്നെയാണ് കളഞ്ഞത് എന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ യൂൺടെക്ക് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോബിളിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ എൻ്റെ ടൈപ്പാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ ഗോബിളിനെ വിളിച്ചുകൊണ്ട് അവളുടെ അമ്മയുടെ ഗ്രേവ് ഇല്ലേ അതിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് അവളെ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഗോസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മളുടെ യൂൺടെക്കിന് മനസ്സിലാവും ഈ ഗോസ്റ്റ് വേറെ ആരുമല്ല, നമ്മളുടെ യൂൺടെക്കിൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ എന്ന്. അവരാണെങ്കിൽ പറയും, നിന്റെ അമ്മയാണെങ്കിൽ ഇത്രയും നാൾ നിനക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ച എല്ലാ സമ്പാദ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതെല്ലാം ദാ ഈ ഒരു പാസ്ബുക്കിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ അത് ഏൽപ്പിച്ചിട്ട് ആ കൂട്ടുകാരി ആണെങ്കിൽ പറയും, ഇനി ഞാൻ എന്തായിരുന്നാലും നിന്റെ അമ്മേനെ കാണുന്ന നിന്റെ വിവരങ്ങളെല്ലാം പറയും എന്നും പറഞ്ഞിട്ട് അവർ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗോബിളിനാണെങ്കിൽ ഈ ക്യാഷ് എല്ലാം നമ്മുടെ മാനേജറിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയും, നമ്മളുടെ യൂൺടെക്ക് ആണെങ്കിൽ എന്നാണോ മെച്ചോർഡ് ആവുന്നത് ആ സമയത്ത് അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ഇത് സൂക്ഷിച്ചു വെച്ചേക്കണം എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും ആ മാനേജർ നമ്മളുടെ ഗോബിളിൻ്റെ അടുത്ത് താങ്ക് യു പറയും. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ഇത്രയും നാളും നോക്കിയതിന്. പിന്നീട് കാണിക്കുന്നേ നമ്മളുടെ ഗ്രിം റീപ്പറും അതേപോലെ തന്നെ സണ്ണിയും കൂടി മീറ്റ് ചെയ്യുന്നതാണ്. അവിടെ സണ്ണി ആണെങ്കിൽ ഗ്രിം റീപ്പറിൻ്റെ അടുത്ത് അവൻ്റെ ഒറിജിനൽ നെയിം ചോദിക്കും. അവനാണെങ്കിൽ അവൻ്റെ യഥാർത്ഥ പേര് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ സണ്ണി പറയും, ഇനി മേലെ നീ എന്നെ കാണാൻ വന്നേക്കരുത്, നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ വെച്ചിട്ട് തീരുക എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഗ്രിം റീപ്പറിൻ്റെ ഭയങ്കര സങ്കടമാവും. അവനോട് എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യൂൺടെക്കും ഗോബിളിനും കൂടി അവിടെ നിന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെയായിട്ട് കുറച്ച് ചെറുക്കന്മാർ വരും. അവനുമായിട്ട് നമ്മുടെ ഗോബിളിൻ മുമ്പും അടി കൂടിയിട്ടുണ്ട്. അവന്മാരിപ്പോൾ റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുക. ഇതൊക്കെ കാണുന്നതും ഗോബിളിൻ വെറുതെ വിടുമോ? അവന്മാർക്ക് നല്ലതുപോലെ കുറേ അടി അങ്ങ് വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഡ്രിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ നമ്മളുടെ യൂൺടെക്ക് പറയാൻ തുടങ്ങും, എനിക്ക് ഇതുവരെ എൻ്റെ ഫസ്റ്റ് കിസ് കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെ അവളാണെങ്കിൽ അവനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും അങ്ങ് പോസ് ചെയ്ത് വയ്ക്കും. അതായത് എല്ലാ സംഭവങ്ങളും ഇപ്പോൾ നിശ്ചലമായിട്ടിരിക്കുക. ആ സമയത്ത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗ്രിം റീപ്പറിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ യഥാർത്ഥത്തിൽ അവനാണോ സണ്ണിനെ വേണ്ടാന്ന് വെച്ചത്, അതോ സണ്ണിയാണോ അവനെ വേണ്ടാന്ന് വെച്ചത് എന്ന് ആലോചിച്ചിട്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ യൂൺടെക്ക് വന്നിട്ട് ഗോബിളിൻ്റെ അടുത്തും ഗ്രിം റീപ്പറിൻ്റെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ പറയുന്നതാണ്. അവളാണെങ്കിൽ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ പോയി സാധനം വാങ്ങിച്ചിട്ട് വരണേ എന്ന. കൂട്ടത്തിൽ തന്നെ അവൾ നല്ലപോലെ അവരെ പൊക്കി പറയുകയും ചെയ്യും, നിങ്ങളെ 2 പേരെയും കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ഹീറോസിനെ പോലെ ഇരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നതിന് 2 എണ്ണത്തിനും അങ്ങ് സുഖിക്കും. അങ്ങനെ 2 എണ്ണം ഒരു ടണലിൽ കൂടി ഭയങ്കര ഗെറ്റപ്പിലൊക്കെ നടന്നു വരുന്നതാ. എന്നാൽ പുറകിൽ കൂടി ഒരു ബൈക്ക് വരും. അയാൾ വന്ന് ചീത്ത വിളിച്ചുകൊണ്ട് പോകും. എന്നാൽ നമ്മളുടെ ഗ്രിം റീപ്പറും ഗോബിളിനും ഭയങ്കര നല്ല മൂഡിലായിരുന്നു. അവരവിടെ ടാറ്റയൊക്കെ പറയും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ
യൂണ്ടൊക്കെ ആണെങ്കിൽ സണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നേ. അതായത് നമ്മളുടെ ഗ്രീൻ റീപ്പറുമായിട്ട് അവളുടെ പിണക്കമൊക്കെ മാറ്റണ്ടേ. ഇവിടെ ഇവർ ഇട്ടിരുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞയും വെള്ളയും കോംബോ ആയിരുന്നു. അതായത് ഗ്രീൻ റീപ്പർ വൈറ്റ് കളർ ഡ്രസ്സും നമ്മുടെ സണ്ണി യെല്ലോ കളർ ഡ്രസ്സും. ഇത് കാണുന്നത് നമ്മളുടെ ഗോബിളിനാണെങ്കിൽ ഇവരെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറയും, നിങ്ങളെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ മുട്ടയും മുട്ടയുടെ മഞ്ഞക്കരുവും പോലെ ഇരിക്കുക എന്ന്. ഇത് കേൾക്കുന്നേ എല്ലാവരും അങ്ങ് ഒരുമാതിരി ആയായിരുന്നു. അവിടെ നമ്മളുടെ യൂണ്ടക്ക് പറയും, നീ ഇവിടെ ഇതെല്ലാം കുളവാക്കിയ എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോബിളിനാണെങ്കിൽ വീട്ടിലായിട്ട് വരുന്നതും അവനൊരു വിഷം വരും. അതായത് ഫ്യൂച്ചറിലുള്ള നമ്മുടെ യൂണ്ടക്ക് അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ കഴുത്തിലായിട്ട് ഒരു നല്ലൊരു നെക്ലസും ഉണ്ട്. ഇത് കാണുന്നത് നമ്മളുടെ ഗോബിളിനാണെങ്കിൽ അങ്ങ് ഒരുമാതിരിയാവും. എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ അവനെ കണ്ടിട്ടില്ല ഇതുവരെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബിളിന് ഓർമ്മ വരും. അതായത് ഇവർ കാനഡയിൽ പോയ സമയത്ത് നമ്മളുടെ യൂണ്ടക്ക് ആണെങ്കിൽ ഒരു ലേഡിയുടെ കയ്യിൽ ഈ മാല ഇരിക്കുന്ന കണ്ടിട്ട് അവൾ ചെന്ന് പ്രൈസ് ഒക്കെ ചോദിച്ചായിരുന്നു. വേഗം തന്നെ അവനാണെങ്കിൽ ആ ലേഡീനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവൻ നേരെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ കാണാൻ വരുന്നേ. അവർ രണ്ടുപേരും കൂടി കുറേ കാര്യങ്ങൾ സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ ഗോ ഗെയിമും കളിക്കും. അവിടെയായിട്ട് നമ്മുടെ ഗോബിളിനൊരു ഫീലിംഗ് അടിക്കും, അതായത് ഇയാൾ മരിക്കാൻ പോവുക എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബിളിനാണെങ്കിൽ ഇക്കാര്യം വന്ന് നമ്മുടെ ഗ്രീൻ റീപ്പറിൻ്റെ അടുത്ത് പറയും. ഇത് കേൾക്കുന്ന ഗ്രീൻ റീപ്പറും ഷോക്കായിരുന്നു. കൂട്ടത്തിൽ തന്നെ ഗോബിളിനാണെങ്കിൽ അവൻ്റെ അടുത്ത് സണ്ണീനെ പറ്റി ചോദിക്കും. എന്നാൽ നമ്മുടെ ഗ്രീൻ റീപ്പർ പറയും, എനിക്ക് അവളുമായിട്ട് ഇപ്പോൾ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല എന്ന്. അവിടെ നമ്മളുടെ ഗ്രീൻ റീപ്പർ ആണെങ്കിൽ സണ്ണിനെ പറ്റി ഗോബിളിൻ്റെ അടുത്ത് ചോദിക്കും. എന്നാൽ ഗോബിളിൻ പറയും, എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല എന്ന്. ഇത് കേൾക്കുന്നതും ഗ്രീൻ റീപ്പർ അവൻ്റെ അടുത്ത് പറയും, എനിക്ക് തോന്നുന്നത് സണ്ണി നിന്റെ അനിയത്തിയുടെ പുനർജന്മമാണെന്നാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗോബിളിൻ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അവൻ ചോദിക്കും, നീ എന്താ ഇപ്പം അങ്ങനെ പറയാൻ കാര്യം? അപ്പം നമ്മുടെ ഗ്രീൻ റീപ്പർ ആണെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. അതായത് ഞാനാണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് പണ്ടുള്ള കുറച്ച് സീനൊക്കെ ഓർമ്മ വന്നു എന്ന്. അങ്ങനെ നമ്മുടെ ഗ്രീൻ റീപ്പർ ആണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയും. അതിനകത്ത് നമ്മളുടെ ഗോബിളിന് അവിടുത്തെ പറയാത്ത കഥകൾ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇവർ രണ്ടുപേരും നമ്മളുടെ കിങ്ങിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗോബിളിനും ഗോബിളിൻ്റെ അനിയത്തിയും കൂടി പോകുന്ന സമയത്ത് നടന്ന സംഭവങ്ങൾ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബിളിന് കുറച്ച് വിശ്വാസവും. എന്താന്ന് വെച്ചാൽ അതൊന്നും അവൻ ഗ്രീൻ റീപ്പറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഗോബിളാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. എന്താന്ന് വെച്ചാൽ അവൻ ഇത്രയും നാളും അന്വേഷിച്ചുകൊണ്ടിരുന്നതും അവൻ്റെ അനിയത്തിനെ തന്നെ ആയിരുന്നില്ലേ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.